ഞങ്ങൾക്ക് ഈ വഴി ഒരു തരത്തിലും സഞ്ചാരയോഗ്യമല്ല. കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റണില്ല, ട്യൂഷന് പോകാൻ പറ്റണില്ല, പ്രായമായവർക്ക് കാലത്ത് പള്ളിയിലേക്ക് പോകാൻ വരെ പറ്റണില്ല. എല്ലാവരും ഉരുണ്ട് വരേണ്ട എവിടെയെങ്കിലുമൊക്കെ വീടാണ്. എന്തെങ്കിലും ഇനിയും സംഭവിച്ചു കഴിഞ്ഞാൽ ആരതിന് സമാധാനം പറയാ? ആരും ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ലല്ലോ. ഇത് പൊളിക്കണേക്കാളും മുന്നേ റോഡ് എങ്ങനെയായിരുന്നു ചേച്ചി? റോഡിന് വലിയ കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടേക്കണത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും. ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടി പോലും വിളിച്ചാൽ ആശുപത്രി പോകാൻ ഒരു ആംബുലൻസ് പോലും വരാൻ ഗതിയില്ലാത്ത അവസ്ഥയിലാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വഴിയിലും വണ്ടികൾ പോയി, കല്ലുകൾ മാറി, ബൈക്ക് അപകടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി, ആളുകൾ വീഴാൻ തുടങ്ങി ബൈക്കുമേന്ന്. സ്പെഷ്യലി അവിടെ നിന്ന് നമ്മുടെ ഒരു കൂർക്കമ്പറ്റത്ത് നിന്ന് മാരാങ്കോട്ടേക്ക് വരുന്ന ഒരു വഴിക്ക് ഒരു കയറ്റുണ്ട്. അവിടുത്തെ കംപ്ലീറ്റ് കല്ലുകളും ഇളകിപ്പോയി, ആളുകൾ വീഴാൻ തുടങ്ങി. ഒരു പയ്യൻ ഈ കഴിഞ്ഞ ദിവസം ഇതിൽ ട്രാവൽ ചെയ്തപ്പോൾ വന്ന് വീണ് അവൻ്റെ ഈ ഇത് പൊട്ടി ഏകദേശം 5 സ്റ്റിച്ചോളം ഇടേണ്ട അവസ്ഥയായി. റോഡ് ഇവിടുന്ന് കുറ്റിക്കാട് വരെ പോയി കഴിഞ്ഞാൽ ഒരു 1-2 പഞ്ചർ എല്ലാ ദിവസവും കിട്ടുന്നതാണ്. പിന്നെ ഞങ്ങളുടെ അടവേല പള്ളിയിലെ അച്ഛൻ റോഡ് നന്നാക്കാത്തതിന്റെ പേരിൽ ഇവിടെ നിന്ന് സ്ഥലം മാറി പോകേണ്ടി വരെ ഒരു അവസ്ഥ വരെ വന്ന് അച്ഛൻ സ്ഥലം മാറി പോകും. എന്നുവെച്ചാൽ റോഡ് അത്ര മോശമാണ്. ഞങ്ങൾ ഒരിക്കലും പരാജയം കൊടുത്തതാണ്, ഒരു കാര്യം ഉണ്ടായില്ല. വെറുതെ ഇങ്ങനെ റോഡ് തല്ലി പൊളിഞ്ഞാൽ ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ രോഗി റോഡി കിടക്കുള്ളൂ, അല്ലാണ്ട് വേറെ അതിൽ ഒരു ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പഞ്ചായത്തിലെ മെമ്പറായാലും കൊള്ളാം, എല്ലാവരും കൊള്ളാം. എന്നാൽ ഒരു MLA ഉണ്ട്, അവർ പോലും ആരും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ എന്താ പറയാ, നഗരത്തിനുള്ളൊരു വികസനം ഈ ഗ്രാമങ്ങളിലേക്ക് എത്തണില്ല. എന്താ ചേട്ടോ, ചേട്ടനെ സമ്മതിക്കണം. വീഴുന്ന ആൾക്കാര് ആൾക്കാര് പറയണേല് വേറെ. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റിക്കാട് കൂർക്കമറ്റം റോഡിലാണ്. സൗത്ത് മാരാങ്കോട് പള്ളിയുടെ തൊട്ടടുത്ത്. എൻ്റെ പിറകിൽ കുറേ ചേട്ടന്മാരുകൾ നമ്മുടെ ഈ പ്രദേശവാസികളാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ജനം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്നറിയാം, മനുഷ്യൻ്റെ അടിസ്ഥാന പ്രാഥമിക ആവശ്യങ്ങൾ. ഒരു പ്രദേശത്ത് താമസിക്കുന്നവൻ്റെ ഏറ്റവും പ്രാഥമിക ആവശ്യങ്ങൾ ഏതാ? അവന് നടന്നു പോകാനായിട്ടുള്ള വഴിയൊരുക്കുക എന്നുള്ളതാണ്. അതാണ് ഭരണകൂടങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇവിടെ ഭരണകൂടങ്ങൾക്കും നല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടറാണ്. അതായത് 2 വഴി, ഈ 2 വഴി അദ്ദേഹം തന്നെയാണ് ഏറ്റെടുത്തത്. ഏറ്റവും കുറഞ്ഞ നോക്കിയാണ് ആൾ ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു റോഡ് ഓൾറെഡി കുത്തിപ്പൊളിച്ചിട്ടു, അതിൻ്റെ പണി ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലമായിട്ട് അത് ഇങ്ങനെ കിടക്കണം. വേറൊരു റോഡ് 21 ദിവസമായി നല്ല റോഡ് കുത്തിപ്പൊളിച്ചിട്ടു, ആളുകൾക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി. ഇവിടെ കൊച്ചുകുട്ടികൾ സൈക്കിൾ ചവിട്ടി പോകാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ കോൺട്രാക്ടർ ചെയ്യുന്നത്? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ വർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയത്ത് നടത്തുക എന്നുള്ള ഒരു തീരുമാനം എടുത്ത് നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കാണ്. ഇതാണ് സംഭവം. ഗതികെട്ട ആളുകൾ ഇവിടെയുള്ള എല്ലാ ഭരണാധികാരികളോടും പറഞ്ഞു. ഭരണാധികാരികളൊക്കെ ഇപ്പോൾ ഇവരുടെ പിറകെ നടക്കണം, ഏത് കോൺട്രാക്ടറുടെ പിറകെ നടക്കണം. ഒന്ന് ചെയ്തു തരോ. ജനം കാഴ്ചക്കാരല്ല. ജനത്തിന്റെ ഫണ്ടാണ് ഈ റോഡ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ജനത്തിന്റെ ഫണ്ടാണ് ഇവിടെ അടിസ്ഥാന വികസന പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഫണ്ടാണ് മിസ്റ്റർ കോൺട്രാക്ടർ. നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾക്ക് തരുന്നത് ജനങ്ങളുടെ ഫണ്ടാണ്. ആ ജനങ്ങളെയാണ് നിങ്ങൾ കൊഞ്ഞനം കുത്തുന്നത്. ആ ജനങ്ങളെയാണ് നിങ്ങൾ പരിഹസിക്കുന്നതിന് തുല്യമായി ഇതുപോലെ റോഡ് പൊളിച്ചിട്ടിരിക്കുന്നത്. ജനം തെരുവിലിറങ്ങിക്കഴിഞ്ഞു. അവർക്ക് ചിലത് പറയാനുണ്ട്. ഈ സൗത്ത് മാരാങ്കോട് പ്രദേശത്തെ ആളുകൾ വെറും കാഴ്ചക്കാരല്ല എന്ന് അവർ പറയുകയാണ്. നമുക്ക് അവരുടെ അടുത്ത് എന്നിട്ട് റോഡിനെ പറ്റിയുള്ള കാര്യങ്ങളും കോൺട്രാക്ടറിനെ പറ്റിയുള്ള പൊതുവിശേഷങ്ങളും ചോദിച്ചറിയാം. നിലവിൽ ഞങ്ങൾക്ക് വഴി മോശമായിരുന്നു, പക്ഷെ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് വഴി അത്യാവശ്യം സഞ്ചാരയോഗ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഈ 2 റോഡും ഒരു കോൺട്രാക്ടർ ഏറ്റെടുത്തിട്ടുണ്ട്, അതിൻ്റെ പണികൾ പെട്ടെന്ന് തന്നെ തീർക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഒരാഴ്ച കൊണ്ട് പണി തീരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഒരു ദിവസം JCB കൊണ്ട് റോഡ് പൊളിക്കാൻ തുടങ്ങിയപ്പോഴും നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം പണി പെട്ടെന്ന് തീരും എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ഇത് പൊളിച്ചിട്ട് ആളുകൾ പിന്നെ പ്രശ്നമാക്കി തുടങ്ങിയപ്പോൾ പിറ്റേ ദിവസം ഒരു റോഡ് റോളർ കൊണ്ടുവന്ന് അതിനെ ഒതുക്കിയിട്ട് ഏകദേശം 15-16 ദിവസത്തേക്ക് ഈ വഴിക്ക് ഇവർ ആരും കാണാനില്ല. അപ്പം ഞങ്ങൾ വീണ്ടും ഭരണാധികാരികളൊക്കെ വിളിച്ച് സംസാരിച്ചു. ഞങ്ങൾ അവരായിട്ട് ഒരു പ്രശ്നങ്ങളില്ല, പക്ഷെ ഞങ്ങൾക്ക് കിട്ടേണ്ട നീതി കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞ് അവർ വീണ്ടും ഇദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച വരെ ഞങ്ങൾക്കൊരു ഡേറ്റ് തന്നു. ബുധനാഴ്ചക്കുള്ളിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പറഞ്ഞു. ബുധനാഴ്ച കൊണ്ടുവന്ന് കുറേ ഗ്രാവലും സംഗതികളും അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടു. അപ്പോഴും ഈ പറഞ്ഞ കയറ്റത്ത് ഈ ആളുകൾ വീഴുന്ന സ്ഥലത്തേക്ക് ഇത് എത്തിയില്ല. ഇടയിൽ വെച്ച് അവർ പണി നിർത്തി അവർ പോയി. പിറ്റേ ദിവസം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് പലരും പല കാരണങ്ങളാണ് പറയുന്നത്. ചിലർ പറയുന്നത് എക്സ് ഒപ്പിട്ട് കൊടുക്കണില്ല, എക്സ് നിർത്താൻ പറഞ്ഞു എന്ന് പറയുന്നു. ചിലർ പറയണു ഇനി വേറെ വഴിയാണ് ചെയ്യണമെന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പ്രഷറൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പിറ്റേ ദിവസം തുടങ്ങി പണിക്ക് വരുമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം തുടങ്ങി പണിക്ക് വന്നു. അദ്ദേഹം തന്നെ എടുത്തിട്ടുള്ള മാരാങ്കോട് നിന്ന് കുറ്റിക്കാട്ടേക്ക് പോകണം അടുത്ത റോഡ് അദ്ദേഹം പണിയാൻ തുടങ്ങി. ഈ റോഡ് അതുപോലെ തന്നെ അവിടെ ഇട്ടു. അപ്പോൾ ആ റോഡ് ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കാണ്. ഒരാൾക്കും സഞ്ചാരയോഗ്യമല്ല. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടെ പള്ളിയിലൊക്കെ വന്നപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ പറയുന്നത് നടന്നാണ് വന്നത്, വണ്ടി കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് പറ്റണില്ല, കാരണം വഴി അതുപോലെ മോശമാണ്. ഇപ്പോൾ നമുക്ക് വഴി ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ആൾ ആ വഴി അവിടെ ഇട്ടിട്ട് ഇപ്പോൾ അടുത്ത വഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തതിട്ട് തീർത്തിട്ടുമില്ല, വേറൊരു വഴിയും ഇട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഭയങ്കരമായിട്ട് സ്ട്രഗിളിലാണ്. ഞങ്ങളിപ്പോൾ ഇന്നൊക്കെ ഇപ്പോൾ ഏകദേശം 21 ദിവസമായി അത് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിതൊരു പ്രശ്നമാക്കണമെന്നോ അങ്ങനെ ഒന്നുമല്ല, ഗതികേട് കൊണ്ട് ഇവിടെയുള്ള ആളുകൾ ഇറങ്ങി തിരിച്ചതാണ്. കാരണം ഞങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താണ്ട് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് പകുതി സമാധാനമായി. ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി. പിള്ളേരുകൾക്ക് ട്യൂഷന് പോകാൻ പറ്റുന്നില്ല, കാരണം സൈക്കിളുകളിലാണ് പിള്ളേർ ട്യൂഷന് പോണത്. അപ്പോൾ പിള്ളേരുകൾ വീഴാണ്. അപ്പോൾ പിള്ളേരുകൾക്ക് ഇപ്പോൾ 6 മണിക്ക് 6:30 ഇരുട്ടായി തുടങ്ങി കഴിഞ്ഞാൽ പിള്ളേരുകൾക്ക് അതിൽ വരാനായിട്ട് പേടിയായി തുടങ്ങി. അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധി കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റോഡിന്റെ അവസ്ഥ കാണിച്ചു കൊടുക്കാനാ സമ്മതിക്കണം.